സുന്ദരനായ പുരുഷൻ. അവളെ എനിക്കും. അവൾ എന്നെ ഇഷ്ടപ്പെടുമോ? എനിക്കിഷ്ടമാ. ഞാൻ അവളെ എന്ത് വിളിക്കും? ഞാൻ ചേട്ടാന്ന് വിളിക്കും. അവൾ ഉറങ്ങിക്കാണുമോ? ചേട്ടൻ ഉറങ്ങി നോക്കാം. ഇല്ല, അവൾ ഉറങ്ങിക്കാണില്ല. ചേട്ടൻ ഉറങ്ങിക്കാണില്ല. ഇത് തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. എന്നാൽ പോയി നോക്കാം. ഞാനും. എന്താ നീ ഊണ് കഴിക്കാത്തത്? എനിക്ക് ഇപ്പൊ വേണ്ട. എന്താ, ഊണ് ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടെ ഇതൊക്കെ ഉള്ളൂ. അതില്ല, ചേട്ടൻ കഴിച്ചിട്ട് മതി. എനിക്ക് ഫോർമാലിറ്റി ഒന്നും ഇഷ്ടമല്ല. ഇത് തെറ്റല്ലേ? ഏത്? അവിവാഹിതരായ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് താമസിക്കുന്നത്. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മൾ ഒന്നാകാൻ പോകുന്നവരല്ലേ. എന്നാലും ജനങ്ങളെ പേടിച്ച് ഈ ലോകത്ത് ജീവിക്കാനൊക്കുമോ? ഓ, അങ്ങനെ. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? നോക്കൂ, നിന്റെ ഈ കഴുത്തിൽ നാളെ ഞാൻ മാല ചാർത്തും. എന്താടാ ലോറിയില്? ഒന്നുമില്ലേ? ഇല്ല. ഇറങ്ങണ ലോറിയിൽ നിന്ന്? ഞങ്ങൾ ഇറങ്ങില്ല. ഇറങ്ങില്ലേ? എങ്കിൽ ഇറക്കാൻ എനിക്കറിയാം. ഇറങ്ങണ വാസ്കൽ. എനിക്കെതിരായി ഒരു ഫോറസ്റ്റ് ഓഫീസറോ, അതും ഈ കാട്ടിൽ? ശരി സർ. ചേട്ടനെ കാണാൻ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് എന്ത് പറ്റി?
വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. അതോ, ചന്ദനത്തടി വ്യാജമായി കടത്തുന്ന ഒരു സംഘവുമായി ചെറുതായിട്ട് ഏറ്റുമുട്ടി. ആ, അത് സാരമില്ല. ഡിപ്പാർട്ട്മെന്റ് ശമ്പളം പറ്റുന്ന എനിക്ക് എന്റെ കടമ നിർവഹിക്കാൻ പറ്റില്ലല്ലോ. അതിരിക്കട്ടെ, നിനക്ക് എന്താ ഒരു വല്ലായിക? ഒന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാ പറ. ഞാൻ മൂലം എന്റെ ചേട്ടൻ ഇഷ്ടപ്പെടുന്നു. കഷ്ടപ്പാടോ? Please be seated. എന്നെ എന്തിനാണ് വിളിപ്പിച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ വിചാരിച്ചാൽ ക്ഷമിക്കണം. നിങ്ങൾ പറയുന്നതോ ഉദ്ദേശിക്കുന്നതോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വേറൊന്നുമില്ല. നിങ്ങൾ എന്റെ ലോറി തടഞ്ഞു വെച്ചു. പക്ഷേ അത് അത്ര ശരിയല്ല. അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഒന്നും വേണ്ട. നിങ്ങൾ എന്റെ പ്രവൃത്തികളിൽ ഇടപെടാതിരുന്നാൽ മതി. ദിസ് ഈസ് ഫോർ യു. ടേക്ക് ഇറ്റ്. പ്ലീസ് ടേക്ക് ഇറ്റ്. പണമോ? എനിക്കോ? ഇത്തരം പണത്തെപ്പറ്റി എനിക്ക് തീരെ മതിപ്പില്ല. മാത്രമല്ല, ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഗവൺമെന്റ് എനിക്ക് ശമ്പളം തരുന്നുണ്ട്. പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനാണ് ഞാൻ. എന്റെ ജീവൻ ബലികഴിക്കേണ്ടി വന്നാൽ പോലും ഞാൻ എന്റെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ്? കുഞ്ഞെ, എന്നെ എതിർത്തവരാരും ഇന്നില്ല. ചിലർ ജയിലിലുണ്ട്. നീ ഞാൻ പറയുന്നത് കേൾക്കൂ. എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അത് എന്നോട് വേണ്ട. Poor boy. നിന്റെ വിധി.